ഹലോ ഹലോ വെൽക്കം ടു അവർ വീഡിയോ. ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മളിന്ന് പിള്ളേരെ എല്ലാം കൂട്ടി ബെൽഫാസ്റ്റിൽ ഒഡീസയിലുള്ള ഒരു സയൻസ് മ്യൂസിയം ഉണ്ട്, W5. അതൊന്ന് കാണാൻ പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചയൊന്ന് കണ്ടാലോ? ബാ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ സിറ്റി ചെന്നിട്ട് അവിടുന്ന് ഗ്ലൈഡർ ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ W5 പോയത്. കുട്ടികൾക്ക് ബസ്സിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് പോയത്. അധികം ദൂരമില്ല, സിറ്റിയിൽ നിന്ന് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അവിടെ ചെന്ന് കുറച്ച് നമ്മൾ വ്യൂ ഒക്കെ കണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം കുറച്ച് ലേക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് നോക്കി നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ W5 നടന്നുകൊണ്ടിരിക്കുകയാണ്. W5 എൻട്രൻസ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 2:20 ആയി. 2 to 2:30 ആയിരുന്നു ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിരുന്ന സ്ലോട്ട്. ഇപ്പം സമ്മർ വെക്കേഷൻ ആണെങ്കിൽ ഒരുപാട് തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അകത്ത് കയറാൻ പറ്റി. കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ പുറത്തുണ്ടായിരുന്നു, അവർ ടിക്കറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്കധികം ഡിലേ ഒന്നും ഉണ്ടായില്ല, നമ്മൾ നേരെ തന്നെ അകത്തോട്ട് പോയി. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മെയിനായിട്ടുള്ളത് ഒരു ഷോപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സൈഡിലായിട്ട് എന്താ പറയുക, ക്ലൗഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ എന്തോ ഒരു മെഷീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലോസ് സിറ്റി എന്നും പറഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്, പക്ഷെ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ചെല്ലുമ്പോഴും ആദ്യം നമ്മൾ പോയത് മെഡിക്കൽ ലാബിലേക്കാണ്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് ഓർഗൻസും നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റം വൈസ് അവർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ അത് പഠിക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഹാർട്ട് സൗണ്ട്സ്, റെസ്പിറേറ്ററി സൗണ്ട്സ്, അങ്ങനെയൊക്കെ പിള്ളേർക്ക് അത് എങ്ങനെയാണെന്ന് കേൾക്കാനും ഒക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. അൾട്രാസൗണ്ട് മെഷീൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഹാർട്ട് റേറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പിള്ളേർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കി നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ കുറിച്ചും നമ്മളുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ് അകത്ത് ഓരോ ഓർഗൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ നല്ല ഇൻട്രസ്റ്റോടുകൂടി ശ്രദ്ധിച്ച് അവർക്ക് പഠിക്കാൻ പറ്റും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെഷീനായിരുന്നു. അതിലൊരു സൈഡിൽ നിന്ന് നമ്മൾ ഡാൻസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും വേറൊരാൾക്ക് അവിടെ നിന്ന് നമ്മുടെ ഹാർട്ട് എങ്ങനെയാണ്, ഏത് ട്യൂണിലാണ് അടിക്കുന്നത് എന്നുള്ളത് ആ ഡ്രമ്മ് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അതുപോലെ മെമ്മറി ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവരത് ഒരുപാട് നേരം അവിടെ നിന്ന് മെമ്മറി ഗെയിംസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സ്കൾ ഡാൻസ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്ന ആക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ആ സ്കൾ അവിടെ നിന്ന് ആ സ്കെൽറ്റൽ സിസ്റ്റം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ ബോഡി പാർട്സിൽ നമ്മുടെ ബോഡിയിലെ ഓരോ ബോൺസ് ഒക്കെ റീഅറേഞ്ച് ചെയ്യാനും സർജറി ചെയ്യുന്ന പോലെ അവിടെ ഫോർസെപ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ ശരിക്കും അത് എൻജോയ് ചെയ്തു അവിടെയുള്ള കാര്യങ്ങളൊക്കെ.
മെഡിക്കൽ ലാബ് ഏരിയ അല്ലെങ്കിൽ മെഡിക്കൽ ഏരിയ നമ്മൾ പിന്നെ ഇറങ്ങി വന്ന കൊച്ചു കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു നമ്മുടെ ഫെയറി ടെയിൽസും സ്റ്റോറീസും ഒക്കെ പല ആനിമേഷനൊക്കെ ആയിട്ട് പല രീതിയിൽ കാണിക്കുന്ന ഒരു ഏരിയ. കുട്ടികൾക്ക് എന്താ പറയുക, ഓടിക്കളിക്കാനും അവർക്ക് ഓരോ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫ്ലോറിൽ തന്നെ ഒരു കോർണറിലായിട്ട് ഒരുപാട് ഷോപ്സ് പോലെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ വിൽക്കുന്ന പല സാധനങ്ങളും, അതായത് ഒരു ഐസ്ക്രീം ഷോപ്പ്, വെജിറ്റബിൾ ഷോപ്പ്, പിന്നെ എന്താ പറയുക ഒരു കൺവീനിയൻസ് സ്റ്റോറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം എല്ലാ സാധനങ്ങളും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ ഓരോ കടയൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെയുള്ളൊരു പ്രൊഫഷണൽ സ്റ്റോറിൻ്റെ ചെറിയൊരു മോഡൽ പോലെ അവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും കയറിയിരുന്ന് കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉള്ള നല്ല സൗകര്യങ്ങളൊക്കെ ആയിരുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ഏരിയ ആയിരുന്നു അത്. Yes. Okay, which one do you want? Vanilla. Okay, let me check. Here's vanilla. അവിടെ തന്നെ വേറൊരു ഏരിയയിലായിട്ട് എന്താ പറയുക, നമ്മുടെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ എനർജി, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, എങ്ങനെയാണ് ഒരു പുള്ളീസ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ന്യൂമാറ്റിക് ട്യൂബ്സ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അതെല്ലാം ചെയ്ത് നോക്കാനും എനർജി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് വേറെ രീതിയിൽ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഫ്ലൈറ്റ്സും ഹെലികോപ്റ്റേഴ്സൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതിനെക്കുറിച്ച് കണ്ടുപഠിക്കാനും അത് അവർ തന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തവർക്കത് പഠിക്കാനുള്ള നല്ലൊരു അവസരം അവിടെ നിന്ന് കിട്ടും. കുട്ടികൾ മാത്രമല്ല, ശരിക്കും അവരുടെ കൂടെ വരുന്ന പാരൻസിനും പല ആക്ടിവിറ്റീസിലും ചെയ്യാനായിട്ടുള്ള സൗകര്യം അവിടെയുണ്ട്. ഒരുപാട് പാരൻസ് കുട്ടികളുടെ ഒപ്പം തന്നെ കൂടി എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു.
എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. burning. 2, 1, 0. Lift off. നമ്മളെടുത്ത ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അവിടെ ഒരു കെമിസ്ട്രിയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഒരു ഞങ്ങൾ ചെന്ന സമയത്ത് നൈട്രിക് ഓക്സൈഡിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പിള്ളേർ അവിടെ ഒരു അവർക്ക് കയറി പോകാൻ പറ്റുന്ന കുറേ സ്റ്റെപ്സ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി പിള്ളേർ മുകളിലൊക്കെ പോയി പല സ്റ്റെപ്സായിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്തു അവരതിൽ.
ഈ ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർത്തേൺ അയർലൻഡിലെ ജോഗ്രഫിയും ഇവിടെ കാണപ്പെടുന്ന കാര്യങ്ങളും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്തൊക്കെ സ്പീഷീസ് ആണ്, എന്തൊക്കെ ക്ലൈമറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ആനിമൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്കാണ് പോയത്. എങ്ങനെയാണ് സ്റ്റുഡിയോയുടെ അകത്ത് റെക്കോർഡിംഗ് നടക്കുന്നത്, സൗണ്ട് മിക്സിംഗ് നടക്കുന്നത്, അതുപോലെ ഒരു ആനിമേഷൻ പോലെ ഒരു ഡൈനോസറിന്റെ ഒരു തീം ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നമ്മളും കൂടി ഇൻക്ലൂഡ് ആയിട്ട് അത് ഭയങ്കര രസമായിരുന്നു. അവിടെ അടുത്ത് തന്നെയായിട്ട് കുറേ ചെറിയ ആനിമൽസിൻ്റെയും ഒക്കെ ബോൺസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് നമുക്ക് മാറി ഓരോ ആനിമൽസിൻ്റെയും സ്കള്ളും അതിൻ്റെ ബോൺ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൊരു അല്ലെങ്കിൽ അത് കാണാനുള്ളൊരു സംഭവം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഷാഡോ പ്ലേ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഷാഡോസുമായിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അകത്ത് കയറി അവിടെ ന്യൂസ് റീഡ് ചെയ്യുന്ന റൂമിൽ ഗ്രീൻ സ്ക്രീനിൽ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വായിക്കുന്നത്, അവിടെ എങ്ങനെയാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്, അവിടുത്തെ എല്ലാ ആക്ച്വൽ ഒരു സെറ്റപ്പിലുള്ള കാര്യങ്ങളെല്ലാം അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
W5 എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം വളരെ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം പിള്ളേരെയൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ കയറി എല്ലാ ആക്ടിവിറ്റികളിലും നമുക്ക് പങ്കെടുത്ത് അല്ലെങ്കിൽ പിള്ളേർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. കുറച്ച് ഫ്ലോറുകളായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സയൻസിൻ്റെയും നമ്മുടെ ബോഡിയുടെ കുറേ ഒത്തിരി ആക്ടിവിറ്റികളുണ്ട് ഇതിനകത്ത്. അപ്പം കുട്ടികളെയും കൊണ്ട് എല്ലാവരും വരേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലോറും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഷോപ്പിൽ ഒന്ന് കയറി കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മളിവിടെ വിസിറ്റ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും സോവിനേഴ്സോ ടോയ്സ് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വന്നത്. അപ്പം ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും ലെഗോയുടെ ഓരോ സെറ്റ് എടുത്തു. പിന്നെ നമ്മൾ ഓരോ സോവിനേർ വാങ്ങിച്ചു അവിടുന്ന്. പല കാര്യങ്ങളും നല്ല അഫോർഡബിൾ റേറ്റിലാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കുട്ടികളാണെങ്കിലും അന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.